ഓക്കെ, അപ്പോൾ നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്താണെന്ന് നമ്മൾ നോക്കി, അതേപോലെ ഫൈനൽ സെറ്റിംഗ് ടൈം നമ്മൾ എന്താണെന്ന് നോക്കി. ഇനി നമ്മൾ എങ്ങനെയാണ് എക്സ്പെരിമെന്റലി അത് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് നമുക്കറിയാം ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? It is measured from the instant water is added into the cement up to the time it start losing its plasticity. Okay, plasticity lose ചെയ്യാൻ സ്റ്റാർട്ട് ആവുന്ന ആ സമയം. ഓക്കെ, വാട്ടർ ആഡ് ചെയ്ത സമയം തൊട്ട് പ്ലാസ്റ്റിസിറ്റി ജസ്റ്റ് ലൂസ് ആവാൻ സ്റ്റാർട്ട് ആവുന്ന ആ സ്റ്റേജ്, അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു പെർഫോം ദിസ് ടെസ്റ്റ് 500 gram of cement sample to be tested is mixed with 0.85 p. ഓക്കെ, പി നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? 500 gram ഓഫ് നമ്മൾ സിമെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ടു ബി ടെസ്റ്റഡ് ഈസ് മിക്സ്ഡ് വിത്ത് 0.85 പി. ഓക്കെ, അപ്പോൾ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. ഓക്കെ, പി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിൽ കണ്ടുപിടിച്ച വാല്യൂ ആണ്. അതിന്റെ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ പ്ലഞ്ചർ ആണ് യൂസ് ചെയ്തത്. പ്ലഞ്ചർ നമ്മൾ യൂസ് ചെയ്തത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം സിമെന്റ് പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്താണ് പ്ലഞ്ചറിനെ ജസ്റ്റ് നമ്മുടെ സിമെന്റ് പേസ്റ്റിന്റെ മേളിൽ നമ്മൾ ടച്ച് ചെയ്തു, എന്നിട്ട് നോബ് റിമൂവ് ചെയ്തു, എന്നിട്ട് നമ്മൾ പെനിട്രേഷൻ നോട്ട് ചെയ്തു. പെനിട്രേഷന്റെ വാല്യൂ എത്രയാണ് ആവേണ്ടത്? 33 to 35 mm. ഓക്കെ, 33 to 35 mm. എത്ര പെർസെന്റ് വാട്ടർ ആഡ് ചെയ്തപ്പോഴാണ് നമ്മുടെ പെനിട്രേഷൻ 33 to 35 mm ആയത്? അതിനെയാണ് നമ്മൾ പി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എക്സ്പെരിമെന്റലി നോക്കിയപ്പോൾ നമ്മുടെ പിന്റെ വാല്യൂ എത്രയായിരുന്നു? പിന്റെ വാല്യൂ 30% ആയിരുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ 30% ഓഫ് വാട്ടർ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 33 to 35 mm പെനിട്രേഷൻ നമുക്ക് കിട്ടിയത് യൂസിങ് പ്ലഞ്ചർ. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റിൽ നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ പിന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജസ്റ്റ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് 0.85 into 30. ഓക്കെ, അപ്പോൾ എത്ര വാട്ടർ കിട്ടോ ഇവിടെ നമ്മൾ വാട്ടറിന്റെ കൂടെ അത്രയും വാട്ടർ നമ്മൾ എടുക്കണം. ഓക്കെ, അത്രയും വാട്ടർ എടുത്തിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 500 gram ഓഫ് സിമെന്റിന്റെ കൂടെ അതിന് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യണം. ഓക്കെ, PSC ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 300 എന്ന് പറയണം. ഓക്കെ, 300 gram ഓഫ് സിമെന്റ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് നമ്മൾ പറയണം. ഓക്കെ, ഓപ്ഷനിൽ ജനറലി 300 gram ആണ് PSC ഫ്രെയിം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എത്രയാണ് എടുക്കുന്നത്? 500 gram ഓഫ് സിമെന്റ് ആണ് എടുക്കുന്നത്. is gauged with 0.85 p. ക്ലിയർ ആണല്ലോ? എന്നിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫിൽ ദ വിക്കറ്റ് അപ്പാരറ്റസ് വിത്ത് ദ പ്രിപ്പയർഡ് സിമെന്റ് പേസ്റ്റ്. ഓക്കെ, എന്നിട്ട് നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസിനെ ഫുൾ ആയിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, നമ്മൾ വിക്കറ്റ് അപ്പാരറ്റസിനെ ഫുൾ ആയിട്ട് നമ്മൾ ഫിൽ ചെയ്യും. ഓക്കെ, ലോവർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലോവർ ദ സ്ക്വയർ നീഡിൽ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? നമ്മുടെ സ്ക്വയർ നീഡിലാണ്. നേരത്തെ നമ്മൾ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്തത്? പ്ലഞ്ചർ ആണ് യൂസ് ചെയ്തത്. ഓക്കെ, അതിനെ നമ്മൾ റിപ്ലേസ് ചെയ്തിട്ട് നമ്മൾ സ്ക്വയർ നീഡിലാക്കും. അതിന്റെ സൈസ് എത്രയാണ്? 1 mm ആണ്. ഇതൊക്കെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 1 mm ജെന്റ്ലി ഓൺ ടു ദ സർഫസ് ഓഫ് ദ പേസ്റ്റ്. ഓക്കെ, ജസ്റ്റ് അതിന്റെ നമ്മുടെ സർഫസിന്റെ മേളിൽ നമ്മൾ ടച്ച് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? അവിടെ നോബ് ഉണ്ട്, അതിനെ നമ്മൾ റിലീസ് ഔട്ട് ചെയ്യും. എന്നിട്ട് അപ്പോൾ എന്താണ് ആവുന്നത്? എന്നിട്ട് അത് പതുക്കെ പെനിട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റെക്കോർഡ് ദ ടൈം ടേക്കൺ ഫോർ ദ നീഡിൽ ടു പെനിട്രേറ്റ് ഡെപ്ത് അപ് ടു 33 to 35 mm ഫ്രം ടോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ടൈം റെക്കോർഡ് ചെയ്യണം. ഓക്കെ, നമ്മുടെ പെനിട്രേഷന്റെ ടൈം റെക്കോർഡ് ചെയ്യണം. ഓക്കെ, എത്ര നേരം എടുത്തിട്ടാണ് നമ്മുടെ സ്ക്വയർ നീഡിൽ പെനിട്രേറ്റ് ആവുന്നത് ഇൻ സിമെന്റ് പേസ്റ്റ് ഓഫ് എത്ര ഗ്രാം ആണ്? 500 gram ആൻഡ് ഇറ്റ് ഈസ് ഗേജ്ഡ് വിത്ത് 0.85 p. ഓക്കെ, 0.85 p. അപ്പോൾ ഇതിന്റെ പേസ്റ്റിനെ നമ്മൾ എന്താണ് മോൾഡിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. മോൾഡ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? മോൾഡ് നമ്മൾ ഇതാണ് നമ്മുടെ മോൾഡ്. ഇതിൽ നമ്മൾ പേസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്ക്വയർ നീഡിലാണ്. സ്ക്വയർ നീഡിലിനെ ജസ്റ്റ് നമ്മൾ ടച്ച് ചെയ്യും. എന്നിട്ട് നോബിനെ റിലീസ് ചെയ്യും. നോബിനെ റിലീസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇത് താഴത്ത് പെനിട്രേറ്റ് ആവാൻ തുടങ്ങും. ഓക്കെ, പെനിട്രേറ്റ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടത് 33 to 35 mm. എത്ര നേരം എടുത്തിട്ടാണ് 33 to 35 mm നമ്മുടെ സ്ക്വയർ നീഡിൽ പെനിട്രേറ്റ് ആവുന്നത്? ആ സമയമാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ സമയം നമ്മുടെ എത്രയാണ്? ടി ആണ്. ഓക്കെ, അപ്പോൾ ടി ആണ് നമ്മുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് വാട്ടർ ആഡ് ചെയ്ത സമയം തൊട്ട് നമ്മുടെ സ്ക്വയർ നീഡിൽ 33 to 35 mm പെനിട്രേറ്റ് ആയ സമയം വരെയുള്ള ആ ഒരു ഡ്യൂറേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പാരാമീറ്റർ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ്? ഫൈനൽ സെറ്റിംഗ് ടൈം ആണ്. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നമ്മൾ നോക്കി. നെക്സ്റ്റ് നമ്മുടെ പാരാമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ സെറ്റിംഗ് ടൈം. അപ്പോൾ ഫൈനൽ സെറ്റിംഗ് ടൈം സിമ്പിൾ ടൈം നമുക്ക് എന്ത് പറയാൻ പറ്റും? It is measured from the instant water is added into cement up to the extent it completely loses its plasticity. Okay, അപ്പോൾ ഇവിടെ നമ്മുടെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്തായിരുന്നു? സ്റ്റാർട്ട് ലൂസിങ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി ആണ്. ഓക്കെ,
ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി ലൂസസ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി ആൻഡ് അറ്റൈൻ സഫീഷ്യന്റ് ഫേംനെസ് ടു റെസിസ്റ്റ് ഡെഫിനിറ്റ് ലോഡിംഗ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അഗെയിൻ നമുക്ക് നോക്കാം ഫൈനൽ സെറ്റിംഗ് ടൈം നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻ ഓർഡർ ടു പെർഫോം ദിസ് ടെസ്റ്റ് 500 gram ഓഫ് സിമെന്റ് സാമ്പിൾ ഈസ് ടു ബി ടെസ്റ്റഡ് ഈസ് മിക്സ്ഡ് വിത്ത് 0.85 B. അഗെയിൻ നമ്മൾ സെയിം പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യുന്നത്. ഫിൽ ദ വിക്കറ്റ് അപ്പാരറ്റസ് വിത്ത് ദ പ്രിപ്പയർഡ് സിമെന്റ് പേസ്റ്റ്, അഗെയിൻ സെയിം ആണ്. പിന്നെ എന്താണ് ചെയ്യുന്നത്? ലോവർ ദ ആനുലർ കോളർ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ആനുലർ കോളമാണ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്തത് എന്താണ്? സ്ക്വയർ നീഡിലാണ്. ഓക്കെ, അപ്പോൾ സ്ക്വയർ നീഡിലിനെ നമ്മൾ ആനുലർ കോളം വെച്ച് നമ്മൾ റിപ്ലേസ് ചെയ്യണം. ഓക്കെ, ആനുലർ കോളം വെച്ച് റിപ്ലേസ് ചെയ്യണം ഓഫ് ഡയമീറ്റർ 5 mm. ഓക്കെ, ജെന്റ്ലി ഓൺ ടു ദ സർഫസ് ഓഫ് ദ പേസ്റ്റ്. ജസ്റ്റ് അതേപോലെ തന്നെ നമ്മൾ എന്താണ് സിമെന്റ് പേസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സിമെന്റ് പേസ്റ്റ് നമ്മൾ മോൾഡിൽ നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സിമെന്റ് പേസ്റ്റ് നമ്മൾ മോൾഡിൽ നമ്മൾ ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മളിവിടെ റിപ്ലേസ് ചെയ്യുന്നത് എന്താണ്? ആനുലർ കോളർ ആണ്. ആനുലർ കോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇങ്ങനത്തെ ഒരു സ്പെസിഫിക്കേഷൻ വരും. ഓക്കെ, ആനുലർ കോളർ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്പെസിഫിക്കേഷൻ ആണ്. ഓക്കെ, ആനുലർ കോളർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നീഡിലും കൂടെ കാണാം. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു നീഡിലും കൂടെ കാണാം. ഓക്കെ, ഇതാണ് നമ്മുടെ ആനുലർ കോളർ എന്ന് പറയുന്നത്. ഓക്കെ, ആനുലർ കോളർ എന്ന് പറയുന്നത് ഓഫ് ഡയമീറ്റർ എത്രയാണ്? 5 mm. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ആനുലർ കോളത്തിന് എന്താണ് ചെയ്യുന്നത്? ജസ്റ്റ് നമ്മുടെ മോൾഡിന്റെ മേളിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് നോബ് റിലീസ് ചെയ്യും. എന്നിട്ട് പതുക്കെ അതിന്റെ ഒബ്സർവേഷൻ നമ്മൾ നോട്ട് ചെയ്യും. എന്താണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്? റെക്കോർഡ് ദ ടൈം ടേക്കൺ ഫോർ ദ നീഡിൽ ടു പെനിട്രേറ്റ് 0 ഡെപ്ത്. ഓക്കെ, നമ്മുടെ പെനിട്രേഷൻ എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. ആൻഡ് നീഡിൽ അറ്റ് ദ സെന്റർ ഓഫ് ദ ആനുലർ കോളർ ഷോസ് ഇംപ്രഷൻ. ഓക്കെ, നീഡിൽ ആണ് ഇംപ്രഷൻ ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, അതായത് നീഡിലിന്റെ ഇംപ്രഷൻ മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ നീഡിലിന്റെ ഇംപ്രഷൻ മാത്രമേ നമുക്ക് നോട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് കോളറിന്റെ ഇംപ്രഷൻ നോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് നമുക്ക് നല്ലോണം ക്ലിയർ ആവത്തില്ല. ഞാൻ എക്സ്പെരിമെന്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാം. ഓക്കെ, എക്സ്പെരിമെന്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ മോൾഡ് നമ്മൾ ഫിൽ ചെയ്തു. മോൾഡിന് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? 500 gram plus 0.85 P. ഓക്കെ, P ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ആണ്. ഓക്കെ, നമ്മൾ ഫുൾ ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? മോൾഡിൽ നമ്മൾ ഫിൽ ചെയ്തു. ഓക്കെ, മോൾഡിൽ നമ്മൾ ഫില്ല് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ്? ആനുലർ കോളർ നമ്മൾ യൂസ് ചെയ്തു. ഓക്കെ, ആനുലർ കോളർ ഇതിന്റെ മേളിൽ വെച്ച് അതിന്റെ നോബ് റിലീസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്കിപ്പോൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ടോപ്പ് വ്യൂ ആണ്. ഓക്കെ, നമ്മുടെ മോൾഡിൽ ഒബ്സർവ് ആവുന്ന പ്ലാൻ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ഒബ്സർവേഷൻ ഞാൻ കാണിക്കാം. എന്താണ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 1 hour നോട്ട് ചെയ്യുകയാണ്. ഓക്കെ, ടൈം ഡ്യൂറേഷൻ 1 hour നോട്ട് ചെയ്യുകയാണ്. അവിടെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ 1 hourൽ എത്രയാണ്? 20 mm ആണ്. ഓക്കെ, 20 mm ആണ്. അപ്പോൾ നമുക്ക് എന്താണ്? ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇതിനെ നമ്മൾ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയത്തില്ല. അഗെയിൻ ആഫ്റ്റർ 2 hours നമ്മുടെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എന്താണ്? 5 mm. ഓക്കെ, നമ്മുടെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ എത്രയാണ്? 5 mm ആണ്. ഓക്കെ, അഗെയിൻ ഇതും നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈം അല്ല. ബിക്കോസ് എന്താണ്? പെനിട്രേഷൻ എന്തായിരിക്കണം? ഇവിടെ പെനിട്രേഷൻ നമ്മുടെ 0 ആയിരിക്കണം. ഓക്കെ, അപ്പം അതും നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈം അല്ല. പിന്നെ നമ്മൾ നോട്ട് ചെയ്യുവാണ് ആഫ്റ്റർ 8 hours. ഓക്കെ, 8 hours നമ്മൾ നോക്കിയപ്പോൾ എത്രയാണ്? നമ്മുടെ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ 0 mm ആണ്. ഓക്കെ, പക്ഷെ ഇതാവാൻ സാധ്യതയുണ്ട് ഫൈനൽ പെനിട്രേഷൻ. പക്ഷേ ഇതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇംപ്രഷൻ ആണ് നോക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ ഈ ആനുലർ കോളറിനെ ജസ്റ്റ് നമ്മുടെ മോൾഡിൽ വെച്ചപ്പോൾ അതിന്റെ ഇംപ്രഷൻ നോട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന്റെ ഇംപ്രഷൻ വന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് എന്ന് വെച്ചാൽ ഇങ്ങനെ നീഡിലും കാണുന്നുണ്ട്, അതേപോലെ ആനുലർ കോളറും കാണുന്നുണ്ട്. മനസ്സിലായി? ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അതായത് 8 hours നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കോളറും നമുക്ക് കാണാൻ, കോളറിന്റെ ഇംപ്രഷൻ നമുക്ക് കാണാൻ പറ്റി, അതേപോലെ നീഡിലിന്റെ ഇംപ്രഷൻ നമുക്ക് കാണാൻ പറ്റി. ഇതാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇതാണോ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് ചോദിച്ചാൽ അല്ല, ഇതല്ല ഫൈനൽ സെറ്റിംഗ് ടൈം. ഇവിടെ എന്താണ് പറയുന്നത്? നമ്മുടെ പെനിട്രേഷൻ 0 ആയിരിക്കണം. അത് ഓക്കെ, നമുക്ക് നീഡിലിന്റെ ഇംപ്രഷൻ മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ, നീഡിലിന്റെ ഇംപ്രഷൻ മാത്രം കാണുന്നവരെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യണം. ഓക്കെ, അഗെയിൻ നമ്മൾ എന്താണ്? സർഫസിനെ നമ്മൾ സ്മൂത്ത് ചെയ്തു. അഗെയിൻ നമ്മൾ ആഫ്റ്റർ 9 hours. ഓക്കെ, 9 hours നമ്മൾ നോക്കി. അഗെയിൻ നമ്മുടെ പെനിട്രേഷൻ 0 ആണ്. ഓക്കെ, അഗെയിൻ നമ്മുടെ പെനിട്രേഷൻ 0 ആണ്. പക്ഷെ നമ്മൾ മോൾഡ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ എന്താണ്? നമ്മുടെ ഇംപ്രഷൻ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നീഡിൽ കാണാൻ പറ്റി. അതേപോലെ നമ്മുടെ ആനുലർ കോളർ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? ആനുലർ കോളർ ഇങ്ങനെ ലൈറ്റ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. ഓക്കെ, അഗെയിൻ നമ്മളോട് ചോദിക്കുകയാണ് 9 hour ആണോ നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈം? നമ്മൾ ചോദിച്ചാൽ അല്ല, 9 hour അല്ല നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈം. ബിക്കോസ് ഇവിടെ നമുക്ക് ആനുലർ കോളർ കാണുന്നുണ്ട് നീഡിലിന്റെ കൂടെ.
ലൈറ്റ് ആയിട്ട്. ഓക്കെ, അഗെയിൻ നമ്മൾ എന്താണ് അഗെയിൻ സ്മൂത്ത് ചെയ്തു. എന്നിട്ട് നമ്മൾ 10 അവർ നമ്മൾ ഒബ്സർവേഷൻ നോട്ട് ചെയ്യണം. 10 അവറിൽ എന്താണ് 0 mm പെനിട്രേഷൻ വന്നു. അതേപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ഒബ്സർവ് ആയത്? ഇപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തു, നമ്മൾ കണ്ടത് എന്താണ്? നമ്മളിപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, അതായത് ആനുലർ കോളത്തിന്റെ ഒരു ഇംപ്രഷനും കാണുന്നില്ല. നമുക്കിപ്പോൾ എന്താണ് നീഡിലിന്റെ ഇംപ്രഷൻ മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ആ സമയം നമ്മൾ എക്സ്പെരിമെന്റ് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്താകും? 10 അവർ ആകും ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെ വാല്യൂ. ക്ലിയർ ആണല്ലോ? ഇതാണ് ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെ എക്സ്പെരിമെന്റ് സിമ്പിൾ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പം സിമ്പിൾ ടേംസിൽ എന്താണ് നമ്മൾ നോക്കിയത്? 500 gram ഓഫ് സിമെന്റ് എടുത്തു, 0.85 p എന്ന് കൂടെ നമ്മൾ പേസ്റ്റ് നമ്മൾ വാട്ടർ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ് മോൾഡിൽ ഫില്ല് ചെയ്തു. മോൾഡിൽ ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ആനുലർ കോളം വിത്ത് നീഡിൽ നമ്മൾ ജസ്റ്റ് നമ്മൾ ഓൺ ടു സർഫസ് നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മൾ നോബിനെ റിലീസ് ചെയ്തു. ഫസ്റ്റ് ഫസ്റ്റ് അവറിൽ എന്താണ് നമ്മൾ ഡെപ്ത് ഓഫ് പെനിട്രേഷൻ നമ്മൾ നോട്ട് ചെയ്തു. ഫോർ എക്സാമ്പിൾ 20 mm. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ നമുക്കറിയാം പെനിട്രേഷൻ 0 ആയിരിക്കണം. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈം അല്ല. അതേപോലെ സെക്കൻഡ് അവറിൽ 5 2 അവർ എടുത്തപ്പോൾ 5 mm പെനിട്രേഷൻ, ഇത് നമ്മുടെ അല്ല. അതേപോലെ 8 അവറിൽ നമ്മൾ നോക്കിയപ്പോൾ പെനിട്രേഷൻ 0, പക്ഷെ എന്താണ് ഇംപ്രഷൻ നമ്മൾ നോക്കിയപ്പോൾ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്? ഇതാണ് നമുക്ക് ഇംപ്രഷൻ കിട്ടിയത്. ഓക്കെ, അതായത് നമ്മുടെ നീഡലും കാണുന്നുണ്ട്, അതേപോലെ ആനുലർ കോളറും കാണുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഫൈനൽ സെറ്റിംഗ് ടൈം അല്ലെന്ന് മനസ്സിലായി. ഓക്കെ, അഗെയിൻ 9 അവറിൽ നമ്മൾ നോക്കിയപ്പോൾ എത്രയാണ്? പെനിട്രേഷൻ നോക്കിയ 0 mm ആണ്, പക്ഷെ നീഡിലിന്റെയും അതേപോലെ ആനുലർ കോളറും രണ്ടും കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതും നമ്മുടെ എന്താണ് ഫൈനൽ സെറ്റിംഗ് ടൈം അല്ല. പിന്നെ നമ്മൾ ഒബ്സർവ് ചെയ്തു 10 അവറിൽ അഗെയിൻ 0 പെനിട്രേഷൻ ആണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ ആനുലർ റിംഗ് കാണുന്നില്ല, പക്ഷെ നമുക്ക് കാണുന്നത് എന്താണ്? നമുക്ക് നീഡിലിന്റെ ഇംപ്രഷൻ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്ര നോട്ട് ചെയ്യേണ്ടത് 10 അവർ ആണ് ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെ വാല്യൂ എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെ നമുക്ക് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് റീഡ് ചെയ്ത് നോക്കാം എന്താണ് സ്റ്റേറ്റ്മെന്റ്. Record the time taken for the needle to penetrate zero depth. അപ്പോൾ സീറോ ഡെപ്ത് മനസ്സിലായല്ലോ, പെനിട്രേഷൻ 0 ആയിരിക്കണം. ആൻഡ് നീഡിൽ അറ്റ് ദ സെന്റർ ഓഫ് ദ ആനുലർ കോളർ ഷോ ഇംപ്രഷൻ. ഓക്കെ, സെന്റർ ഓഫ് ദ നീഡിൽ മാത്രമേ ഇംപ്രഷൻ കാണിക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ് റിഫേർഡ് ആസ് ദ ടൈം in which needle at the center of the annular collar is able to make impression over the mold, but ഇത് കണ്ടോ, ബട്ട് ആനുലർ കോളർ ഫെയിൽസ് ടു ഡു സോ. ഓക്കെ, അപ്പൊ ആനുലർ കോളർ ഇംപ്രഷൻ ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് എന്താണ് ഇംപ്രഷൻ കാണിക്കുന്നത്? നമ്മുടെ നീഡിലാണ് ഇംപ്രഷൻ കാണിക്കുന്നത്. ഓക്കെ, നീഡിലാണ് ഇംപ്രഷൻ കാണിക്കുന്നത് ഓവർ ദ മോൾഡ്. ഓക്കെ, നീഡിലിന്റെ ഇംപ്രഷൻ ആണ് നമുക്ക് കാണുന്നത് ഓവർ ദ മോൾഡ് റാദർ ദാൻ ആനുലർ കോളർ ഫെയിൽസ് ടു ഡു സോ. അതാണ് നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ സെറ്റിംഗ് ടൈം അതേപോലെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ഓക്കെ, വാട്ടർ ആഡ് ചെയ്ത സമയം തൊട്ട് നമ്മുടെ സ്ക്വയർ നീഡിൽ 33 to 35 mm പെനിട്രേറ്റ് ആവുന്ന സമയം, അതിനെയാണ് നമ്മൾ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. അതേപോലെ വാട്ടർ ആഡ് ചെയ്യുന്ന സമയം തൊട്ട് നമ്മൾ ആനുലർ കോളത്തിന് നമ്മൾ എന്താണ് ഇംപ്രഷൻ മാത്രം കാണുവാണ്. ഓക്കെ, ആനുലർ കോളത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആനുലർ കോളം എത്തുമ്പോൾ നീഡിലിന്റെ ഇംപ്രഷൻ മാത്രം കാണുന്ന ആ സമയം, വാട്ടർ ആഡ് ചെയ്ത സമയം തൊട്ട് നീഡിലിന്റെ ഇംപ്രഷൻ മാത്രം കാണുന്ന ആ സമയം വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് ഫൈനൽ സെറ്റിംഗ് ടൈം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എന്താണ്? ഇതാണ് നമ്മുടെ അപ്പാരറ്റസ്. അതേപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അപ്പാരറ്റസ് ആകുമ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നോക്കി, ഇത് 80 mm ആണ്. അതേപോലെ ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? 40 mm ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ താഴെയാണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത്. ഇവിടെ നമ്മളെ കാണാൻ പറ്റും ആനുലർ കോളർ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ പ്ലഞ്ചർ നമ്മൾ യൂസ് ചെയ്യും, അതേപോലെ സ്ക്വയർ നീഡിൽ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിൽ ചോദിക്കുന്ന ഒരു പാരാമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആദ്യം നമ്മൾ പ്ലഞ്ചർ യൂസ് ചെയ്തു. പ്ലഞ്ചർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് നോട്ട് ചെയ്യേണ്ടത്? 33 to 35 mm. ഓക്കെ, അപ്പോൾ 33 to 35 mm നമുക്ക് എത്ര വാട്ടർ പെർസെന്റ് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് 33 to 35 mm പെനിട്രേഷൻ കിട്ടിയത്? അതിന് നമ്മൾ പറയുന്നതാണ് പി. ഓക്കെ, പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിനെ റിപ്ലേസ് ചെയ്തിട്ട് നമ്മൾ സ്ക്വയർ നീഡിൽ വെച്ചു. ഓക്കെ, സ്ക്വയർ നീഡിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? സ്ക്വയർ നീഡിൽ വെച്ചിട്ട് നമ്മൾ അഗെയിൻ നമ്മൾ മോൾഡിൽ നമ്മൾ ഫില്ല് ചെയ്യാണ് വിത്ത് 500 gram ഓഫ് സിമെന്റ് ആൻഡ് 0.85 p. ഓക്കെ, പിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ആയി. ഫോർ എക്സാമ്പിൾ 30 ആണെങ്കിൽ 30 എടുക്കണം. ഏത് വാല്യൂ ആണ് നമുക്ക് പെനിട്രേഷൻ 33 to 30 mm 35 mm കിട്ടുന്നത്? അതിന്റെ വാല്യൂ നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, ഇവിടെ എനിക്ക് കിട്ടിയത് എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്തപ്പോൾ 30 കിട്ടി. ഓക്കെ, അപ്പോൾ 0.85 p into 30%. ഓക്കെ, അപ്പോൾ എത്രയും പെർസെന്റ് വാട്ടറിന്റെ കൂടെ വാട്ടർ ആഡ് ചെയ്തിട്ട് 500 gram ഓഫ് സിമെന്റിന്റെ കൂടെ നമ്മൾ പേസ്റ്റ് ഉണ്ടാക്കും. പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്താണ് ഇതിന് നമ്മൾ മോൾഡിൽ നമ്മൾ ഫില്ല് ചെയ്യും. ഓക്കെ, മോൾഡിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇതിന് താഴെ കൊണ്ട് വെക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്ക്വയർ നീഡിൽ ജസ്റ്റ് ടച്ച് ചെയ്യും. എന്നിട്ട് പെനിട്രേഷൻ നോട്ട് ചെയ്യും. ഓക്കെ, പെനിട്രേഷൻ എത്ര ആയിരിക്കണം? 33 to 35 mm. ഓക്കെ,
ഏത് സമയം വരെയാണ് പെനിട്രേഷൻ 33 to 35 mm ആകുന്നത്, അതായത് വാട്ടർ ആഡ് ചെയ്ത സമയം തൊട്ട് നമ്മുടെ സ്ക്വയർ നീഡിൽ 33 to 35 mm പെനിട്രേറ്റ് ആവുന്ന ആ ഡ്യൂറേഷൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടി എന്ന് പറയുന്നത്. ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലല്ലോ. അഗെയിൻ നമ്മൾ ഇതിനെ റിപ്ലേസ് ചെയ്യും. നമ്മുടെ ആനുലർ കോളർ നമ്മൾ വെക്കും. ആനുലർ കോളറിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ടത് ഇതാണ് നമ്മുടെ ആനുലർ കോളം. ഓക്കെ, ആനുലർ കോളം നമ്മൾ റിപ്ലേസ് ചെയ്ത് വെക്കും. അഗെയിൻ നമുക്ക് ഇവിടെ നോട്ട് ചെയ്യേണ്ടത് എന്താണ്, നീഡിലിന്റെ ഇംപ്രഷൻ ആണ്. ഓക്കെ, ഇത് നമ്മുടെ നീഡിലിന്റെ ഇംപ്രഷൻ ആണ് നോട്ട് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ. നീഡിലിന്റെ ഇംപ്രഷൻ നമുക്ക് വന്നു. നമ്മൾ ഒബ്സർവ് ചെയ്തത് എന്താണ്, 10 അവറിൽ നമ്മൾ നോക്കിയപ്പോൾ 10 അവർ ഡ്യൂറേഷൻ നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് നീഡിലിന് മാത്രം ഇംപ്രഷൻ ആണ് കണ്ടത്. റാദർ ദാൻ 9 അവറിൽ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, നീഡിലും കണ്ടു, അതേപോലെ ലൈറ്റ് ആയിട്ട് കോളറും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പം ഇത് നമ്മൾ എടുക്കത്തില്ല ഫൈനൽ സെറ്റിംഗ് ആയിട്ട്. നമ്മൾ എന്താണ് എടുക്കുന്നത്, 10 അവർ ആണ് ഫൈനൽ സെറ്റിംഗ് ടൈം ആയിട്ട് എടുക്കുന്നത്. ബിക്കോസ് നീഡിലിന്റെ ഇംപ്രഷൻ മാത്രമേ വരുന്നുള്ളൂ. മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ഫൈനൽ സെറ്റിംഗ് ടൈമിന്റെയും അതേപോലെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന്റെയും എക്സ്പെരിമെന്റ്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ. പിന്നെ കുറച്ച് പാരാമീറ്റർ ഉണ്ട്, അത് നമുക്ക് നോട്ട് ചെയ്യാം. എന്താണ് നമ്മുടെ പാരാമീറ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ, കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കറിയാം എന്താണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, അതേപോലെ സ്ട്രെങ്ത് ഓഫ് സിമെന്റ് നമുക്ക് കൺസിസ്റ്റൻസി ടെസ്റ്റ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഏത് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. വിക്കറ്റ് അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, അതേപോലെ ഫൈനൽ സെറ്റിംഗ് ടൈം, അതേപോലെ കൺസിസ്റ്റൻസി കണ്ടുപിടിക്കാനും. ഓക്കെ, പിന്നെ OPCക്ക് വേണ്ടി അല്ലെങ്കിൽ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിന് വേണ്ടിയാണെങ്കിൽ ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ എത്രയാണ്, 30 മിനിറ്റ് ആണ്. ഓക്കെ, അതായത് 30 മിനിറ്റ് ആണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം വരുന്നത്. അതേപോലെ ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി നോക്കി 10 അവർ അല്ലെങ്കിൽ 600 മിനിറ്റ്സ്. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ജനറലി ഇപ്പോൾ എക്സാംസിൽ ചോദിക്കാറില്ല, ബിക്കോസ് എല്ലാവർക്കും അറിയുന്ന സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. മനസ്സിലായല്ലോ. അതേപോലെ ടൈപ്പ് ഓഫ് ടെസ്റ്റ് നമ്മൾ നോക്കിയപ്പോൾ കൺസിസ്റ്റൻസി ചെയ്തപ്പോൾ നമ്മൾ ഏത് റോഡാണ് യൂസ് ചെയ്തത്, പ്ലഞ്ചർ ആണ്. അതിന്റെ സൈസ് എത്രയാണ്, നമ്മുടെ 10 mm ആണ്. അതിന്റെ ക്രോസ് സെക്ഷൻ എത്രയാണ്, എന്താണ്, സർക്കുലർ ആണ്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, നമ്മുടെ സ്ക്വയർ നീഡിലാണ്. അതിന്റെ ഡയമെൻഷൻ എത്രയാണ്, സൈസ് എത്രയാണ്, 1 mm ആണ്. അതേപോലെ സ്ക്വയർ നീഡിലാണ്. ഓക്കെ, അതേപോലെ ഫൈനൽ സെറ്റിംഗ് ടൈം നമ്മൾ നോക്കിയപ്പോൾ ആനുലർ കോളർ വിത്ത് നീഡിലാണ്. അതിന്റെ ഡയമെൻഷൻ എത്രയാണ്, 5 mm ആണ്. ഇതിങ്ങനെയാണ് നമ്മുടെ ആനുലർ കോളത്തിന്റെ പ്ലാൻ നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയമെൻഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അതേപോലെ നമ്മുടെ ഇതിന്റെ ഇമേജ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. മനസ്സിലായല്ലോ. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് നമുക്കിവിടെ കാണുന്നത്, അല്ലെങ്കിൽ പ്ലാൻ ആണ് നമുക്കിവിടെ കാണുന്നത്. ഇതിന്റെ ഇംപ്രഷൻ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മുടെ ആൻസർ ഫൈനൽ സെറ്റിംഗ് ടൈമിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇതാണ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ സെറ്റിംഗ് ടൈം ആൻഡ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റലി കണ്ടുപിടിക്കുന്നത്. ഓക്കെ.